കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യ സംസ്കരണം. എന്നാൽ കൃത്യമായ ആസൂത്രണവും പ്രവർത്തനവും ഉണ്ടെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രശ്നമേ അല്ലെന്ന് തെളിയിക്കുകയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള ചില കൂട്ടായ്മകൾ. മാതൃകാപരമായ അത്തരം പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയ്ക്ക് സൂര്യ ന്യൂസ് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മാലിന്യം ഒരു പ്രശ്നമല്ല. മാലിന്യ പ്രശ്നം നഗരങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായും ഗുണകരമായും എങ്ങനെ നിർവഹിക്കാമെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യം മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് ഇവിടെ. മാലിന്യ സംസ്കരണത്തെ ചൊല്ലി നേരത്തെ ഏറെ കോലാഹലങ്ങൾ അരങ്ങേറിയ പഞ്ചായത്താണ് അജാനൂർ. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കാണുക. കാഞ്ഞങ്ങാട് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന അജാനൂർ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ ഭീഷണി സൃഷ്ടിക്കുന്നില്ല. മാവുങ്കാൽ രാംനഗറിൽ ജില്ലാ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ മാലിന്യ സംസ്കരണശാല പഞ്ചായത്തിനെ സംബന്ധിച്ച സ്ഥിര വരുമാനത്തിന് കൂടി ഉപയോഗപ്പെടുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. മറ്റു മാലിന്യങ്ങൾ മണ്ണിര കമ്പോസ്റ്റാക്കി വിൽപ്പനയും നടത്തുന്നു. പടന്നക്കാട് കാർഷിക കോളേജുമായി ബന്ധപ്പെട്ട് അവിടുന്ന് മണ്ണിര ഇവിടെ എത്തിച്ചു. തൊട്ടടുത്തുള്ള കൗ ഫാമിൽ പോയി അവിടുന്ന് ചാണകം എത്തിച്ചു. അതിനുശേഷം മണ്ണിരയും ചാണകം കൂടി ചേർത്തുകൊണ്ട് ഇതിനെ മണ്ണിര വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ വീടുകളിലും അവർക്ക് ആവശ്യമുള്ള പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസ്, മണ്ണിര കമ്പോസ്റ്റ് എന്താണ് അവർക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അനുവദിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ സബ്സിഡിയോടുകൂടി അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണം ഒരു ഏജൻസിയെ കൊണ്ട് ഏൽപ്പിച്ച് ചെയ്തു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. നീലേശ്വരം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും മണ്ണിര എത്തിച്ചാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനായി 30 ലക്ഷം രൂപ ചെലവിൽ മാലിന്യ സംസ്കരണ പ്ലാന്റും 9 ടാങ്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് കൂടുതലായി ഉണ്ടാക്കി പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്താനും പദ്ധതിയുണ്ട്. മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആരംഭത്തിൽ നാട്ടുകാരായി ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി പഞ്ചായത്ത് പുതിയ പദ്ധതികൾ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടപ്പിലാക്കിയതോടുകൂടി മാലിന്യത്തിന് ഒരു അറുതി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് നല്ലൊരു വരുമാനം കൂടിയാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നതിൽ സന്തോഷമുണ്ട്. മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ വ്യക്തമായ ആസൂത്രണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് അജാനൂർ പഞ്ചായത്ത് തെളിയിക്കുന്നത്. മാലിന്യ നിക്ഷേപത്തിന് ഇത്തരം ലളിതവും നൂതനവുമായ ആശയങ്ങൾ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടോ നമ്മുടെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ക്യാമറമാൻ സുനിലിനോടൊപ്പം KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.